യഥാർത്ഥത്തിൽ അതൊരു ദുരിതപാതയായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെ ആ കരാർ കമ്പനി കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. എത്ര തവണ അവലോകന യോഗം നടത്തിയാലും, എത്ര തവണ അവർക്ക് മുൻകൂട്ടി കാര്യങ്ങൾ അവരെ അറിയിച്ചു വാണിംഗ് കൊടുത്താലും എല്ലാം ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഈ ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ 21 തവണയാണ് ബഹുമാന്യനായ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വിവിധ ഘട്ടങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ കൊടുത്തത്. ഇപ്പം കഴിഞ്ഞ ദിവസം അവിടെ മുഴുവൻ MLA മാർ, ആ ഹൈവേയിൽ വരുന്ന MLA മാരുടെ സാന്നിധ്യം ഓൺലൈനായിട്ടും ഫിസിക്കലായിട്ടും, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർമാൻമാർ, ജനപ്രതിനിധികൾ എല്ലാവരെയും വിളിച്ചു ചേർത്ത് മഴക്കാലം വരാനിരിക്കുകയാണ്, ഇന്ന പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് പരിഹരിക്കണമെന്ന് നേരത്തെ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് പറഞ്ഞിട്ടും അതുപോലും പാലിക്കപ്പെടുന്നില്ല. ഇപ്പോഴും റോഡിന്റെ സൈഡ് പ്രൊട്ടക്ഷൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതിന്റെ വാർത്തകളും ദൃശ്യങ്ങളുമാണ് നിങ്ങൾ കൊടുക്കുന്നത്. സർവീസ് റോഡുകളുടെ നിലവാര തകർച്ച വലിയ പ്രശ്നമാണ്. സർവീസ് റോഡിൽ കൂടെയാണ് പലയിടങ്ങളിലും പോകാൻ പറ്റുന്നത്. അതാണെങ്കിൽ നിലവാരമില്ലാത്ത തരത്തിൽ പൊളിഞ്ഞു പാളീസായി കിടക്കുന്ന അവസ്ഥ. ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമാണ്. ഒരു ചെറിയ മഴക്ക് പോലും വെള്ളക്കെട്ടുകളും അവിടുത്തെ യാത്രയും അതുപോലെ തന്നെ വ്യാപാരവും ചിലയിടങ്ങളിൽ വീടുകളിലേക്ക് പോലും വെള്ളം കയറുന്നതിനൊക്കെ ഇത് കാരണമാവുമ്പോൾ ഒരു കൃത്യമായ നടപടിയും നിർദ്ദേശം കൊടുക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടത്. അതിന്റെ എല്ലാ വിഷ്വൽസും, അവിടെയുള്ള പ്രയാസങ്ങളുടെ എല്ലാ വിഷ്വൽസ്, ഓഡിയോ, അതുപോലെ തന്നെ വീഡിയോ, അതുപോലെ തന്നെ ചിത്രങ്ങൾ, പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ, ദൃശ്യമാധ്യമങ്ങളിലെ വാർത്തകൾ, ഇതൊക്കെ അദ്ദേഹത്തെ കണ്ട് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 12:30 മണിക്ക് വീണ്ടും വരാനായിട്ട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് കേരളത്തിന്റെ ചുമതല NHA മെമ്പറെ അവിടെ വിളിച്ചു വരുത്തി. NHA ചെയർമാൻ അദ്ദേഹം ഫോണിലും അവൈലബിൾ ആക്കി. എന്നിട്ട് പറഞ്ഞു, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഴ്ചകൾ വരുത്തുന്നത് ഇതൊരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. അവർക്ക് ജോലിയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ കോസ്റ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണെങ്കിലും അവരിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടാണെങ്കിലും അവരെ ടെർമിനേറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ മടിക്കില്ല എന്ന് നിർമ്മാണ കമ്പനിയുടെ മെയിൻ കോൺട്രാക്ട് എടുത്തിട്ടുള്ള അദാനി ഗ്രൂപ്പിനെ തന്നെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം മന്ത്രി NHA ചെയർമാനും അതുപോലെ തന്നെ NHA കേരളത്തിന്റെ ചുമതലയുള്ള മെമ്പർക്കും നൽകുകയുണ്ടായി. അതിൽ ആ നിർദ്ദേശം നൽകി അവരത് പരിഹരിക്കാൻ തയ്യാറല്ലെങ്കിൽ ആ ടെർമിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ ഇനി മടിക്കരുത്, അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുന്നു, എന്നിട്ട് പുതിയ ആളുകൾക്ക് വർക്ക് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് കർശന നിർദ്ദേശം കൊടുത്തത്. NHA ചെയർമാനും കമ്മിറ്റി അംഗവും മന്ത്രിയോട് അറിയിച്ചത് കഴിഞ്ഞ ദിവസവും ഒരു ഇൻസ്പെക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് തവണ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ജോയിന്റ് ഇൻസ്പെക്ഷൻ നടന്നിട്ടുണ്ട്. ഓരോ പരാതികളെയും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. അടിപ്പാതകളും അതുപോലെ തന്നെ ഓവർബ്രിഡ്ജുകളും ഫുട് ഓവർബ്രിഡ്ജുകളും ഒക്കെ ആയിട്ടുള്ള ആവശ്യങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലും ബന്ധപ്പെട്ട ആളുകളുടെ മുമ്പിലും പ്രൊജക്ട് ഡയറക്ടറുടെ മുമ്പിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനീഷ്യേറ്റീവ് എടുത്താൽ പോലും കരാർ കമ്പനി പല കാര്യങ്ങളിലും മെല്ലപ്പോക്ക് നയമാണ്. ആ സർവീസ് റോഡിന്റെ കാര്യത്തിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലില്ല. ഇങ്ങനെ ഈ അവസ്ഥ വലിയ പ്രയാസം വടകരയിലെ ജനങ്ങൾക്ക് സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രിയെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കർശനമായ നടപടികളിലേക്ക് കടക്കാൻ മടിക്കില്ല, അദാനി ഗ്രൂപ്പിനെ വർക്കിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന കാര്യം പോലും ആലോചിക്കുമെന്നുള്ളത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ മന്ത്രി നിർദ്ദേശം കൊടുത്തത്. മറ്റൊരു കാര്യം, ഇത് സബ് കോൺട്രാക്ട് എടുത്തവരുടെ മാത്രം പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ഒരു വാദം അദാനി ഗ്രൂപ്പ് മുമ്പൊരിക്കൽ വെക്കേണ്ടായി. പക്ഷെ ഇന്നലെ മിനിസ്റ്റർ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞത് മറ്റൊരു സ്ഥലത്തും അദാനി ഗ്രൂപ്പിന് ഈ വർക്ക് കൊടുത്തെടുത്ത് സമാനമായ ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. മെയിൻ കോൺട്രാക്ട് വലിയ തുകക്ക് എടുത്തിട്ട് അത് താരതമ്യേന കുറഞ്ഞ തുകക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുന്നത് പോലും ഇതിന്റെ വർക്കിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുള്ള സംശയം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട്. എന്തായാലും ഗൗരവത്തിലെടുക്കാമെന്നും നടപടികൾ എടുക്കാമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഇത്ര കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ NHA ചെയർമാനും മെമ്പർക്കും ഒക്കെ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. സംസ്ഥാന സർക്കാരിനും ഇതിൽ നടപടിയെടുക്കാനുള്ള ഒരു ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ മുഴുവനായിട്ട് ഇവരാണ് നടത്തുന്നത്. സംസ്ഥാന വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ പോയി കണ്ടിരുന്നു. അവിടുത്തെ MLA-മാരും ഞാനും പോയി കണ്ടിരുന്നു. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിലും അവരുടെയും ഒരു ജോയിന്റ് ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഇതിനാവശ്യമാണ്. സംസ്ഥാന PWD വകുപ്പും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യണം. ഈ നിർദ്ദേശങ്ങൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന് മുമ്പാകെ വെക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ സംസ്ഥാനത്ത് മന്ത്രിയുടെ മുമ്പിലും വെച്ചിട്ടുണ്ട്. സർക്കാരും വടകരയിലെ ജനങ്ങൾക്ക് വേണ്ടി സ്ട്രോങ് ആയി ഇടപെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വെലങ്ങാടിന്റെ യഥാർത്ഥത്തിൽ ഇപ്പം വയനാട് കഴിഞ്ഞ തവണ ഉണ്ടായ ദുരന്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു ഷോക്കാണ്. നമുക്ക് പെട്ടെന്ന് മുക്തമാകാൻ കഴിയാത്ത തരത്തിലൊരു ദുരന്തം അവിടെ സംഭവിച്ചു. വെലങ്ങാട് നമുക്ക് എന്തോ ഭാഗ്യം, നമുക്ക് കുറേ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടില്ല എന്നുള്ള വലിയൊരു ഭാഗ്യം നമുക്കുണ്ടായി. പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ്, താമസിക്കാൻ ആളുകളുടെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രയാസം വളരെ രൂക്ഷം തന്നെയാണ്.
അപ്പോൾ അത് കഴിഞ്ഞ 2 വർഷക്കാലം വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ ഒരു തുക, ഒരു പാക്കേജ് വെലങ്ങാടിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് അലോട്ട് ചെയ്ത തുക ഇപ്പോൾ ചെറുതാണെങ്കിൽ പോലും അതിൻ്റെ മൊത്തം എസ്റ്റിമേറ്റും കാര്യങ്ങളും എടുത്ത് അത് മൂവ് ചെയ്യുമ്പോൾ വെലങ്ങാടിന് വേണ്ടതൊരു സമഗ്ര പാക്കേജ് ആണ് എന്നുള്ളത് മന്ത്രിസഭയുടെ മുമ്പിൽ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അത് അവർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അതിനുവേണ്ടി മുഖ്യമന്ത്രിയെ പലതവണ കണ്ടിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച പാക്കേജിൻ്റെ തുക അത് വർദ്ധിപ്പിക്കേണ്ടി വരും. അത് വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഫോളോ അപ്പ് നടത്തും. അതുപോലെ തന്നെ താങ്കളുടെ മണ്ഡലത്തിലാണ് കേരളം ഞെട്ടിയ ഡ്രഗ്സ് ടീച്ചർമാരടക്കമുള്ള ഡ്രഗ് ശൃംഖല ഉള്ളത്. സ്വാഭാവികമായിട്ടും വടകര മണ്ഡലത്തിലെ കുട്ടികളിലേക്ക് പോലും ഈ ഓപ്പറേഷൻ തൂഫാൻ കുട്ടികളിൽ പോലും ഈ ലഹരി എത്തിക്കുന്ന ടീച്ചർമാരാണ്. 3 ടീച്ചർമാർ, 4ാമത്തെ ചെയ്യുന്നു, കസ്റ്റഡി വെക്കുന്നു. അപ്പോൾ വടകര മണ്ഡലത്തിലാണ് ഇത്. ഇല്ല, ഞാൻ ഓപ്പറേഷൻ തൂഫാനും ബഹുമാനനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും വടകരയുടെ നന്ദി അറിയിക്കുകയാണ്. കുട്ടികളെ രക്ഷിക്കുമെന്നും തിരുത്തുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന അധ്യാപകർ ഇതിൻ്റെ സപ്ലൈസായി മാറുക എന്നുള്ളത് അത് ഏറ്റവും അപകടകരമായ സാഹചര്യം. ഒരു വിദ്യാർത്ഥി അത് ഉപയോഗിക്കുന്നതിനേക്കാളും അപകടം ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ അത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം വർഷങ്ങളായിട്ട് ഒരു തടസ്സവും ഇല്ലാതെ ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നത്. അത് കൃത്യമായി ട്രാക്ക് ചെയ്യാനും ട്രേസ് ചെയ്യാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ശക്തമായ നടപടി എടുക്കാനും ഓപ്പറേഷൻ തൂഫാൻ കാരണമായി. ഇത് വടകരയുടെ മാത്രം പ്രശ്നമല്ല, കേരളം എമ്പാടും, ഇപ്പം കേരളത്തിൻ്റെ അതിർത്തിക്ക് പുറത്തു പോലും ഉള്ള ഇടപെടലുകൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നടത്താൻ ഗവൺമെന്റ് ആഗ്രഹിക്കുകയാണ്. വലിയ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വെളിപ്പെടുത്തലായിരുന്നു. അധ്യാപകർ എന്ന് പറയുമ്പോൾ അവരുടെ അടുക്കലേക്ക് സുരക്ഷിതമായിട്ട് മക്കളെ അയക്കുന്ന രക്ഷിതാവ് അവിടെ സേഫായിരിക്കുന്നിടത്ത് ആ അധ്യാപികയുടെ കയ്യിൽ നിന്ന് കുട്ടികൾക്ക് ഇതിൻ്റെ സപ്ലൈ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത്യന്തം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു. പക്ഷെ അത് കണ്ടെത്തിയതിന് ഓപ്പറേഷൻ തൂഫാനും അതിന് നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും നന്ദി പറയുന്നു. മാതൃകാപരമായ ശിക്ഷാ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കണം. അവരൊന്നും ഇനി കുട്ടികളെ പഠിപ്പിക്കേണ്ടവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മന്ത്രിസഭ അധികാരം ഏറ്റെടുപ്പം 3 മാസമായി. KPCC പ്രസിഡന്റ് മന്ത്രിയായി. എന്ന് KPCC പുനഃസംഘടന ഉണ്ടാകും, വർക്കിംഗ് പ്രസിഡന്റ് അല്ല, അത് എന്നെക്കാളും കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആളുകൾ പറയേണ്ട കാര്യമല്ലേ. ഞാനിപ്പോൾ എൻ്റെ വടകരയുടെ ദേശീയപാത പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞത് ഇല്ലാതായി പോകും. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ മറ്റേ അല്ല, ഞങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ടെക്നോളജിയുടെ മോഡറേഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആവരുത്. അതിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ, അതുപോലെ തന്നെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിൻ്റെ ബേസ്. ആരുടെയും പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന്റെ പേരിലല്ല നീക്കം ചെയ്യേണ്ടതും, ആരുടെയും പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന്റെ പേരിലല്ല ബാൻ ചെയ്യേണ്ടതും, അക്കൗണ്ടുകൾ റദ്ദ് ചെയ്യേണ്ടതും, പോസ്റ്റുകൾ റിമൂവ് ചെയ്യേണ്ടതും ഒന്നും. അത് ആരുടെയാണെങ്കിലും, ഞാൻ പറയുന്നത് കട്ടിംഗ് അക്രോസ് പാർട്ടി ലൈൻ, ആരുടെയാണെങ്കിലും അതിന്റെ ബേസ് എന്ന് പറയുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനും ആയിരിക്കണം. അതല്ലാതെ ഇതിന്റെ മോഡറേഷൻ അത് ഒരിക്കലും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആവരുത്, പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആവരുത്. ഇപ്പം വേറൊരു രീതിയിൽ ഇത് കേന്ദ്ര സർക്കാരിനെതിരെ മാത്രം പ്രവർത്തിക്കുന്ന എന്തോ സംവിധാനമൊക്കെയായിട്ട് ഇപ്പോൾ ഈ സമരം നടന്നപ്പോഴാണ് അത് BJPക്ക് തോന്നിയത്. അതുവരെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താക്കളായിരുന്നു. ഇത് അധികാരത്തിൽ വരാൻ ഇതിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചിട്ടുള്ള ആളുകളുണ്ട്. മാത്രമല്ല, രാജ്യത്ത് വെറുപ്പിൻ്റെ ക്യാമ്പയിൻ ഈ ഫേക്ക് അക്കൗണ്ടുകളിലൂടെയൊക്കെ നടത്തിയത് ആരാണെന്നൊക്കെ ഇതിനെയൊക്കെ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ഞങ്ങൾ അന്നും പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഇപ്പോൾ ഈ ജൻസി സമരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, ആ സമരവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പോസ്റ്റുകൾ റിമൂവ് ചെയ്യപ്പെട്ടു, എത്ര അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ ചില സമയങ്ങളിൽ പ്രവർത്തനം നിലച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ടത് ടെക്നോളജിയാണ്. അത് ആവശ്യമെങ്കിൽ റെഗുലേറ്റ് ചെയ്യണം. പക്ഷേ ഡെമോക്രസിയെ റെഗുലേറ്റ് ചെയ്യാൻ അതൊരു കാരണമായിട്ട് മാറരുത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വേണം. അതേസമയം ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ക്ഷമിക്കാൻ കഴിയുന്നതല്ല. ഇപ്പം 40,000 കോടി രൂപയാണ് ഗൂഗിളിന് ഒരു വർഷം ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്നാണ് കേട്ടത്. അതിൻ്റെ എത്ര ശതമാനം അവരിതിൻ്റെ ഗ്രീവൻസ് റിഡ്രസലിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? ഇവിടുത്തെ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ പരാതികൾ പരിഹരിക്കാൻ, അവരുടെ ഡാറ്റ പ്രൈവസി, അവരുടെ പേഴ്സണൽ പ്രൈവസി അത് ഉറപ്പുവരുത്താൻ ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായ പരാതികൾ കൊടുത്തിട്ടും FIR ഇട്ടിട്ട് പോലും നടപടികൾ എടുക്കാത്തുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഇവിടുത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനോട്, വ്യക്തികൾക്ക് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അവകാശങ്ങളോട് നീതി പുലർത്തേണ്ടതുണ്ട്. അവർ കൂടുതൽ സംവിധാനങ്ങൾ, കൂടുതൽ തുക അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട്. അത് കൂടുതൽ കുറ്റമറ്റതാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പക്ഷെ ഇത് ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഒരു കണ്ടന്റ് റിമൂവ് ചെയ്യപ്പെടുന്നതും ഒരു കണ്ടന്റ് ആഡ് ചെയ്യപ്പെടുന്നതും അതിൻ്റെ അൽഗോരിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ
ഗവൺമെൻറ് ഇൻഫ്ലുവൻസോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ അല്ല വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായം.